ഒട്ടുമിക്ക വീടുകളിലും ഈ പനിക്കൂർക്ക ഇല കാണാൻ പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. പക്ഷേ പനിക്കൂർക്ക ഇലയ്ക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കഞ്ഞിക്കൂർക്ക എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പനിക്കൂർക്ക ഇലയുടെ ചില ഗുണങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൻ്റെ പറമ്പിൽ ഒരു ചെറിയൊരു ചട്ടിയിൽ നമുക്ക് ഫ്ലാറ്റിൽ പോലും നട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ്. ഒട്ടനവധി രോഗങ്ങളെ നല്ല രീതിയിൽ കുറയ്ക്കുന്നതിന് ഈ പനിക്കൂർക്കയിലേക്ക് സാധിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ജലദോഷം, തൊണ്ടവേദന, മൂക്കടപ്പ് മുതലായിട്ടുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഏകദേശം ഒരു 4 പനിക്കൂർക്കയില എടുത്ത് ഇതിനെ ചെറുതായിട്ട് നമ്മളൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തിട്ട് ഇതിനെ നന്നായിട്ട് അരച്ച് അതിൻ്റെ അകത്ത് 1 ടീസ്പൂണ് തേനും ചേർക്കുക, 1 നുള്ളു കുരുമുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇത് മിക്സ് ചെയ്ത് ഏകദേശം ഒരു സിറപ്പ് ഫോമിലാക്കിയിട്ട് നമ്മൾ 3 നേരം ആഹാരം കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന തൊണ്ടവേദനയും ജലദോഷം, മൂക്കടപ്പ് മുതലായിട്ടുള്ള കഫജന്യമായിട്ടുള്ള രോഗങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വായുനാറ്റം പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പനിക്കൂർക്കയിലയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ കവിൾ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറും. അതുപോലെ തന്നെ ഇത് ദന്തരോഗങ്ങൾക്കും മോണരോഗങ്ങൾക്കും ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ജീവികൾ കടിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഈ തടിപ്പ് പോലെ വന്നു കഴിഞ്ഞാൽ അവിടെ പനിക്കൂർക്കയില നമുക്ക് അരച്ച് പുരട്ടാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മൂക്കടപ്പോ മറ്റ് ചെറിയ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ പനിക്കൂർക്കയില എടുത്ത് ചെറുതായിട്ടൊന്ന് ഞെരടിയിട്ട് നമ്മൾ അതിനെ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൂക്കിന് നല്ല ഒരു ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പനിക്കൂർക്കയിലേക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു പനിക്കൂർക്ക നിങ്ങളുടെ വീട്ടിൽ എന്തായാലും നട്ടു വളർത്തണം എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ.